അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുരുവട്ടൂരികൾ എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒന്ന് സ്റ്റേജ് കെട്ടാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമുന്നതരായ ഉലമാക്കളുടെ പ്രസംഗങ്ങൾ അരിച്ച് പെറുക്കി കേട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് അങ്ങാടിയിലേക്ക് പാഞ്ഞ് സ്റ്റേജ് കെട്ടി തൊണ്ട കീറി വിളിച്ച് അലറുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസരി ഉസ്താദ് സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ സാഹിത്യോത്സവം കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ, അത് വിവരിക്കുന്നതിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനവ വിഭവശേഷി കോടികൾ വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ എത്ര ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് 100 മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ ഫലമാണ്, 100 സ്കൂൾ ഉണ്ടാക്കിയതിന്റെ ഫലമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ദുർവ്യാഖ്യാനിച്ച് ഹക്കീം അസരി ഉസ്താദ് സാഹിത്യോത്സവിന് വേണ്ടി ക്യാഷ് ചെലവഴിക്കുന്നതിന് 100 പള്ളി ഉണ്ടാക്കിയതിനേക്കാൾ കൂലി കിട്ടും, 100 പള്ളി ഉണ്ടാക്കിയതിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് എത്രയാണ് ഒച്ചപ്പാടുണ്ടാക്കിയത്. മാത്രമല്ല കുഞ്ഞഹമ്മദ് അത് വെച്ചിട്ട് ഒരു ദിവസത്തെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. എന്നിട്ട് ആ പരിപാടിനെ പറ്റിയിട്ട് വന്നിട്ട് പറയാണ് ആ പരിപാടിയൊക്കെ നല്ലതാ, പക്ഷെ ഇപ്പോഴുള്ള ആ പരിപാടിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രയാസം തോന്നുന്നത്. എന്താ പറയുന്നതെന്ന് അറിയോ? ഒരു 100 പള്ളി നമ്മൾ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ മഹത്താണ്. ഒരു 100 പള്ളി നമ്മൾ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ മഹത്താണ്. ഒരു 100 പള്ളി നമ്മൾ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ മഹത്താണ്. അങ്ങനത്തെ വേദിക്ക് നമ്മൾ പൈസ കൊടുക്കലും അങ്ങനത്തെ പരിപാടിയെ നമ്മൾ പരിപോഷിപ്പിക്കലും എന്ന് വയലു പറയാണ്. അങ്ങനൊക്കെ പറയും ഉസ്താദേ. അപ്പൊ അങ്ങനെ ഒരു സാഹിത്യ മത്സരം നടക്കുമ്പോൾ 100 പള്ളി ഉണ്ടാക്കണേനേക്കാളൊക്കെ മഹത്താന്നൊക്കെ പറയും. നമ്മൾ പറയണതല്ല സുഹൃത്തുക്കളെ. കേട്ടില്ല, 100 പള്ളി ഉണ്ടാക്കിയതിനേക്കാൾ മഹത്വമുണ്ട് എന്ന് ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ചോദിച്ചാൽ അങ്ങനൊക്കെ പറയൂ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞേമനെ ഹക്കീം അസരി ഉസ്താദിന്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്. എന്താ ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞാൽ ഒന്ന് കേട്ടു നോക്കിയാ നിങ്ങൾ. ഇവിടെ SSF വർഷങ്ങളായി ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി കോടിക്കണക്കിന് രൂപയുടെ പ്രൊഡക്ഷനെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ നമ്മൾ 10-20 ലക്ഷം ചെലവഴിച്ചാൽ, അല്ലെങ്കിൽ 50 ലക്ഷം ചെലവഴിച്ചാൽ 30 വർഷം കഴിയുമ്പോൾ അത് പൊളിച്ചു മാറ്റി വേറെ ഒന്നുണ്ടാക്കും. എന്നാൽ ഈ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മാനവ വിഭവശേഷി കോടികൾ വിലമതിക്കുന്ന, 100 കണക്കിന് കോടികൾ വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനുവേണ്ടി നമ്മൾ എത്ര ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് 100 മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ ഫലമാണ്. അത് 100 മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ ഫലമാണ്. അത് 100 മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ ഫലമാണ്. 100 സ്കൂൾ ഉണ്ടാക്കിയതിന്റെ ഫലമാണ്. കേട്ടില്ല നിങ്ങള്? നമ്മളെ വകയിൽ പറയണല്ലോ. ഇതാണ് ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞത്. ഇതിലൂടെ 100 പള്ളി ഉണ്ടാക്കിയതിനേക്കാളും കൂലിട്ടുന്നൊക്കെ ഇവിടെ ഉണ്ട്. പച്ച നുണ പറയുന്നേ. 100 പള്ളി ഉണ്ടാക്കിയതിന്റെ ഫലമാണെന്നാ പറഞ്ഞേ. ഫലവും പ്രതിഫലവും വ്യത്യാസം ഉണ്ടെങ്കിൽ വരെ അതും തിരിയില്ല. ആരോടത് പറഞ്ഞേ? ഫലം ഒന്ന് വേറെ, പ്രതിഫലം ഒന്ന് വേറെ. പ്രതിഫലമാണ് സവാബ്, ഫലം വേറെ. 100 പള്ളി ഉണ്ടാക്കിയതിന്റെ ഫലമാണ് എന്നാ പറഞ്ഞേ. അത് എത്രയോ കുട്ടികളെ ഈ നല്ലൊരു മാർഗത്തിലേക്ക് ഈ സാഹിത്യോത്സവത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഫലമാണ്, 100 പള്ളി ഉണ്ടാക്കിയതിന്റെ ഫലമാണ് എന്നാ പറഞ്ഞത്. ഫലവും പ്രതിഫലവും വ്യത്യാസമുണ്ട്. രണ്ടും തിരിയാത്ത അന്തംഗമ്മയോട് എന്ത് പറയാനാ? പിന്നീട് ഈ ഫലവും പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. എന്താണ് ഫലം, എന്താണ് ഈ പ്രതിഫലം കേൾക്കാനാ? അതെന്നെ പറഞ്ഞേ. അതൊന്നും പഠിച്ചിട്ടില്ല. മയ്യത്തിന്റെ അടുത്തുനിന്ന് ഓതുമ്പം ആ മയ്യത്തിന് ഫലം കിട്ടും. കാരണം അവിടെ റഹ്മത്തിന്റെ മലായിക്കത്തൊക്കെ ഇറങ്ങുമ്പം അവിടെ മയ്യത്തിന് ഫലം കിട്ടും. അതേ സമയത്ത് ഓതുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടും. ആ ഓതുന്ന ആൾ അതിന്റെ സവാബിനെ ഈ മയ്യത്തിന്റെ ഹദ്റത്തിലേക്ക് ഈസാല് ചെയ്താൽ മയ്യത്തിനും പ്രതിഫലം കിട്ടും. അതേ സമയത്ത് ഇനി ഈസാല് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു മയ്യത്തിന്റെ അടുക്കൽ നിന്നാണ് ഇങ്ങനെ ഓതുകയാണെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട് എന്നതുകൊണ്ട് ആ മയ്യത്തിന് ഫലം കിട്ടും. ഫലം വേറെ, പ്രതിഫലം വേറെ. പ്രതിഫലമാണ് സവാബ്. അതുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടില്ല? ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് ഏതാ മുതലേച്ചിട്ടാണ്? അറന്നു മുറിച്ച വാക്കുകളല്ലേ. 100 പള്ളി ഉണ്ടാക്കിയതിന്റെ ഫലമാണെന്നാ പറഞ്ഞേ. 100 പള്ളി ഉണ്ടാക്കിയ എത്ര ഫലമുണ്ട്? എത്രയോ ആളുകൾ അതിൽ കയറി നിസ്കരിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ഫലമാണ്. ആ 100 പള്ളി ഉണ്ടാക്കിയതിന്റെ ഫലമാണത്. അത് അതിന് കിട്ടുന്ന ഫല. അതേ സമയത്ത് അത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് പ്രതിഫലം അത് വേറെ കിട്ടും. അത് നിസ്കരിക്കുന്നതിനനുസരിച്ച് അതുണ്ടാക്കിയ ആളുകൾക്ക് പ്രതിഫലം വേറെ കിട്ടും. ഇത് അതിന്റെ ഫലം. പള്ളി അവിടെ ഉണ്ടാക്കിയതിന്റെ ഫലം എന്താ? ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നു, അവർ ദിക്ർ ചെല്ലുന്നു, ഒക്കെ ചെല്ലുന്നു. അതാണ് അതിന്റെ ഫലം. ഫലം അത് ഓരോന്നും ഉണ്ടാവും. ഒരു കട്ടിലുണ്ടാക്കുമ്പം അതിനൊരു ഫലം ഉണ്ടാവും. എന്താണ് ആ കട്ടിലുകൊണ്ടുള്ള ഫലം? അതിനെ കയറി കിടക്കുക. അതാണ് അതിന്റെ ഫലം. അത് ഉണ്ടാക്കിയ ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. എന്താ? അത് ഉപര എത്ര ഉണ്ടാക്കി എത്ര അതിന്റെ കൂലിയ ചായ കൊടുക്കുക. അത് ഉപരിക്ക് അതിന്റെ പ്രതിഫലം. ഫലം വേറെ, പ്രതിഫലം വേറെ. കുഞ്ഞേമ അടക്കം മിഞ്ഞാന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞെന്താ? 100 പള്ളി ഉണ്ടാക്കിയതിനേക്കാളും കൂലിട്ടെന്ന് പറഞ്ഞേന്ന്. അങ്ങനെ ഇവിടെ പറഞ്ഞേ. പച്ച നുണ പറയുന്ന സ്റ്റേജിമേ കയറിയിട്ട് കൊല്ലിയും പൊട്ടിച്ചാണ് നുണ പറയാം. ഗ്രൂപ്പിൽ വന്നാണ് വോയിസിൽ ഇതേമാതിരി തന്നെ പച്ച നുണ പറയാം. ഇപ്പൊ ഇതിലിപ്പോ പറഞ്ഞില്ലേ, കളവല്ലേ പറഞ്ഞത്? പസീസ് തന്നെയാണ് പറഞ്ഞതുകൊണ്ട് മേലെ അതിനെക്കാട്ടിൽ കുറവ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെ പറഞ്ഞത്? ഹക്കീം അസരി ഉസ്താദ് പറഞ്ഞതാ 100 പള്ളിന്റെ ഫലം കിട്ടുന്നു. ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് ഉപകാരം കിട്ടുന്നതാണ്, അല്ലാതെ പ്രതിഫലം കിട്ടുന്നല്ല പറഞ്ഞേ. കൂലി കിട്ടുന്നല്ല പറഞ്ഞേ. 100 പള്ളി ഉണ്ടാക്കിയതിന്റെ കൂലി ഈ സാഹിത്യോത്സവം നടത്തിയാൽ ഉണ്ടാകുന്നല്ല പറഞ്ഞേ. 100 പള്ളി ഉണ്ടാക്കിയാൽ അതിന്റെ ഫലം എന്താ? ഒരുപാട് ആൾക്കാരെ നിസ്കരിക്കും, ഒരുപാട് ദിക്റുകൾ ചൊല്ലും. അതൊക്കെ അതിന്റെ ഫലമാണ്. ആ പള്ളി ഉണ്ടാക്കിക്കൊണ്ട് കിട്ടിയ ഫലമാണത്. അതുപോലെ ഈ സാഹിത്യോത്സവം കൊണ്ട് എത്ര ഫലങ്ങളാണുള്ളത്.
ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകളെയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവരൊക്കെ ഇത്തരം സാഹിത്യോത്സവങ്ങളിലൂടെ കടന്നു വന്നവരാണ്. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പുറത്ത് ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ദഅവത്തിന് വേണ്ടി നേതൃത്വം നൽകുന്നവർ ഇത്തരം സാഹിത്യോത്സവങ്ങളിലൂടെ പാടിയും പറഞ്ഞും രചിച്ചും കഴിവ് തെളിയിച്ച ആളുകളാണ്. ഇങ്ങനെ എത്ര ഫലങ്ങളാണ് ഈ സാഹിത്യോത്സവം കൊണ്ടുള്ളത്. അതാണ് ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞത്. സാഹിത്യോത്സവങ്ങളിലൂടെ ധാരാളം ഫലങ്ങളുണ്ട്. 100 പള്ളി ഉണ്ടാക്കിയതിന്റെ ഫലം, 100 സ്കൂൾ ഉണ്ടാക്കിയതിന്റെ ഫലം, അതിനൊക്കെ എത്രത്തോളം ഫലങ്ങൾ ലഭിക്കുന്നുണ്ടോ അതുപോലെ ഈ സാഹിത്യോത്സവങ്ങളിലൂടെ ധാരാളം ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിനെയാണ് കുരുവട്ടൂരികൾ വേണ്ടാത്ത അർത്ഥം കൊടുത്ത് അവർക്ക് യോജിച്ച രീതിയിൽ അവർ വ്യാഖ്യാനിച്ച് ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദ് പോലും ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത ഒരു തലത്തിലേക്ക് അതിനെ മാറ്റിമറിച്ച് അതിനുവേണ്ടി ഒരു ദിവസം സ്റ്റേജ് കെട്ടി തൊള്ളക്കീറി അലറി വിളിച്ച് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ എത്ര സഹതാപമാണ് ഈ വട്ടൂരികളുടെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. എന്താ പറയുന്നതെന്ന് അറിയോ? ഒരു 100 പള്ളി നമ്മൾ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ മഹത്താണ്. ഒരു 100 പള്ളി നമ്മൾ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ മഹത്താണ്. ഒരു 100 പള്ളി നമ്മൾ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ മഹത്താണ്.